ഇറാനിൽ മൊസാദ് ചാരനെ തൂക്കിക്കൊന്നു. ഇതോടെ 2 മാസത്തിനിടയിൽ തൂക്കിക്കൊല്ലുന്ന 7ാമത്തെ വ്യക്തിയായിട്ട് ഇദ്ദേഹം മാറി. അതേക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പ് തന്നെ ഇറാൻ സർക്കാർ പുറത്ത് വിട്ടിട്ടുണ്ട്. അഗൽ കേശവദാസ് എന്ന 27 വയസ്സുള്ള RT ടെക് വിദ്യാർത്ഥിയാണ് മൊസാദിന് ചാരപ്പണി എടുത്തതായിട്ട് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയത്. വടക്ക് പടിഞ്ഞാറൻ നഗരമായ ഉമ്മിയയിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്. ഇദ്ദേഹത്തോടനുബന്ധിച്ച് 4-ലധികം പേരെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ മൊസാദുമായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മൊസാദിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തു, സൈനിക മേഖലയിൽ നിന്ന് ഫോട്ടോ എടുത്തു, ഇസ്രായേലിൻ്റെ അന്വേഷണ വിഭാഗമായിരിക്കുന്ന മൊസാദുമായി ചേർന്ന് സംസാരിക്കുകയും പ്രവൃത്തി ചെയ്യുകയും ചെയ്തതിൻ്റെ ചില ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്ന് പിടികൂടി. ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ഇറാൻ്റെ കൈവശത്തിലാണ്, സർക്കാരിൻ്റെ കൈവശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് ഈ ഇറാനെ തകർക്കാൻ ആവശ്യമായിരിക്കുന്ന പല സംവിധാനത്തെക്കുറിച്ചും ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചതിൻ്റെ വീഡിയോ ചിത്രങ്ങളോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളോ ലഭ്യമായിട്ടുണ്ട് എന്നും പറയുന്നു. എണ്ണ സമ്പന്നമായ തെക്ക് വടക്കൻ മേഖലയെക്കുറിച്ച് രഹസ്യമായിരിക്കുന്ന വിവരങ്ങൾ ഇദ്ദേഹം ചോർത്തിക്കൊടുത്തതായിരിക്കുന്ന വിവരം ഇതിൻ്റോടൊപ്പം ഈ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ വധശിക്ഷ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ശേഷിക്കുന്നവർ ഇയാളുടെ കൂടെ പിടികൂടിയതും അതിന് മുൻപ് പിടികൂടപ്പെട്ടവരെ കുറിച്ചുള്ള വിവരത്തിൽ ഇങ്ങനെ പറയുന്നു. വിചാരണ ഇവർക്ക് പെട്ടെന്ന് നടത്തിക്കൊണ്ട് ശിക്ഷ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചാരസംഘം ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ വ്യക്തമായതാണ്. അത് ഏറെക്കുറെ പൂർണ്ണമായി വ്യക്തമായത് 2 സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, തെഹ്റാനോട് ചേർന്നുകൊണ്ട് ചാരസംഘം വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, രാജ്യരഹസ്യങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതാണ്. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഒരു കാര്യം ഇറാന് കൃത്യമായത്. ചുറ്റുഭാഗത്ത് തലസ്ഥാന നഗരിയിൽ പോലും യഥാർത്ഥത്തിൽ ഈ ചാരസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പലരും പല രീതിയിലും പല വേഷത്തിലും പല രൂപത്തിലുമാണ്. ഒരിക്കലും മനസ്സിലാവാൻ പറ്റാത്ത വിധമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തികളൊക്കെ സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുള്ളത്, അതായത് മൊസാദ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ വിവരങ്ങളെല്ലാം കൂടിയാണ് ഇപ്പോൾ ശേഖരിക്കപ്പെട്ടത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം, അതായത് ജൂൺ മാസം 13-ാം തീയതി ആരംഭിച്ചിരിക്കുന്ന ആ യുദ്ധം 12 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം ഒരു നിഴൽ യുദ്ധം പോലെയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് എന്നും ചില മീഡിയകൾ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കൊലപാതകം, സൈബർ ആക്രമണം, ചാരപ്രവർത്തനം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് 2 രാജ്യത്തിനിടയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ഒരു പടി മുന്നിൽ എത്തിയിരിക്കുന്നു. കാരണം വെച്ചാൽ മർമ്മപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ രഹസ്യങ്ങളൊക്കെ ഈ ചാരവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചോർത്താൻ വേണ്ടിയിട്ട് ഈ ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സൈനിക ആണവ സുരക്ഷാ വിവരങ്ങൾ ചോർത്തി നൽകി. രാജ്യം തകർച്ചയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനത്തിൽ പങ്കെടുത്തു. രാജ്യദ്രോഹ കുറ്റമായിട്ട് അത് കാണുന്നു. ശാസ്ത്രജ്ഞർ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് രഹസ്യ സഹായം നൽകി. അഥവാ ഓരോ ശാസ്ത്രജ്ഞരെയും അല്ലെങ്കിൽ ഓരോ സൈനിക മേധാവികളെയും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മൊസാദ് പ്രത്യേകം സംഘത്തെ അയക്കുകയും വൻതോതിൽ അവരാവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വലിയ പണം അവർക്ക് വേണ്ടി വാഗ്ദാനം നൽകുകയും ചെയ്തു. അപ്പോൾ ഇവരെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ 1-2 ദിവസം എന്നല്ല. ചില നിരീക്ഷണത്തെക്കുറിച്ച് പറയുന്നു ഏറെക്കുറെ 1 വർഷത്തോളം പോലും സൈനികരെ നിരീക്ഷിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് അവരുടെ വിവരങ്ങളെക്കുറിച്ച്, അവരുടെ വാഹനങ്ങൾ, ഉപയോഗിക്കുന്ന വസ്തുക്കൾ, വസ്ത്രങ്ങൾ, പോകുന്നത് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏകദേശം 1 മാസം ഒരു വ്യക്തിയെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാവിധ രഹസ്യങ്ങളും ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ സംവിധാന കാര്യങ്ങളാണ് ഒരുക്കിയത്. അതിൽ ഈ മൊസാദ് വിജയിച്ചു. അതുകൊണ്ടാണ് ഇറാന് നേരെ ആക്രമണം നടത്തിയ ദിവസം എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുക മാത്രമല്ല, മർമ്മപ്രധാനമായിരിക്കുന്ന സൈനിക മേഖലയിൽ ആക്രമണം നടത്താനും ഇസ്രായേലിന് സാധിച്ചു. ഒറ്റ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ആ ഒരു ദിവസം തന്നെ ഏകദേശം 100-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് ഇറാനിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ സംഭവത്തിൻ്റെ പിന്നീടുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം, പിന്നീട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് യാതൊരു കാര്യങ്ങളും ഇറാൻ ചെയ്തിട്ടില്ല. യുദ്ധവിജയത്തിന് വേണ്ടി വലിയ കഠിനാശ്രമങ്ങൾ നടത്തി 12 ദിന യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു. വലിയ നഷ്ടങ്ങളും ഇസ്രായേലിനുണ്ടായി. അതിനുശേഷമാണ് ഒരു പ്രത്യേകമായിരിക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തെ ഇറാൻ്റെ പരമോന്നത നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയുടെ നേതൃത്വത്തിൽ ഡയറക്റ്റായിട്ട് നിർമ്മിച്ചത്. അത് ഏത് രീതിയിലാണ് അവർ വരുന്നത് എന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിലാണ്. അതായത് സൈനികർക്ക് പോലും യഥാർത്ഥത്തിൽ അറിയില്ല ഈ വിഭാഗം ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സാധാരണക്കാരെ ഫാക്ടറിയിലൊക്കെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ടാക്സി ഡ്രൈവറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, മീൻകാരനായിട്ട്, അതായത് കടലിൽ പോയി മീൻ പിടിക്കുന്നവരായിട്ട് മുക്കുവന്മാരുടെ വേഷത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, പൈലറ്റുമാരുണ്ട്, ഈ ഡ്രൈവർമാർ, അതായത് ട്രെയിലർ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുണ്ട്. സമൂഹത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രൂപത്തിലുമുള്ള ഏകദേശം 10,000 വ്യക്തികളെ ഇറാൻ ചുറ്റുഭാഗവുമായിട്ട് ഇങ്ങനെ രഹസ്യമായ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അവരെ സഹായിക്കാൻ ഒരു പക്ഷേ ഈ പറയപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1200ഓളം മൊസാദ് ചാരസംഘത്തിൽപ്പെട്ടവരെ പിടികൂടിയിട്ടുണ്ട്. ആ പിടികൂടിയിൽ 300ഓളം, ഏകദേശം 300ഓളമാണ് ചില റിപ്പോർട്ടിൽ കാണുന്നത്. അത് ഔദ്യോഗികമായി ഇറാൻ പറഞ്ഞതുമല്ല, പ്രാദേശിക റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുന്നു. 300ഓളം ചാരന്മാരെ തൂക്കിലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലത് മാത്രം അവർ പുറത്ത് വിടുന്നു, ചിലത് പുറത്ത് വിടുന്നില്ല എന്നുള്ളത് അതിനോടനുബന്ധിച്ച് തന്നെ പറയുകയാണ്. ഇപ്പോൾ മനുഷ്യാവകാശ സംഘം ഈ വിഷയമായിട്ട് ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷിക്കുക. അതായത് വക്കീൽമാരെ വെക്കുന്നില്ല, അത് പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഇറാൻ വക്കീൽമാരെ വെക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പരാതി. അതോടൊപ്പം തന്നെ രണ്ടാമത് പറയുന്നത് നിർബന്ധിച്ചുകൊണ്ട് കുറ്റം സമ്മതിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രതിയാക്കപ്പെട്ടവരോട് അയാൾ ഇടപെട്ടിരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ മനുഷ്യാവകാശ സംഘം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരോപിച്ചിരിക്കുന്നു. എന്നാൽ ഇറാൻ അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി, ഇറാനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളും നിയമാവലികളും സംവിധാനങ്ങളും വളരെ കൃത്യമാണ്. ഇവിടെ രാജ്യത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊരു ചോദ്യം ഇറാൻ്റെ ഭാഗത്തുനിന്ന് മനുഷ്യാവകാശ സംഘത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രതികളെ കണ്ടെത്തണ്ടേ എന്നൊരു ചോദ്യം അതിൻ്റെ തുടർ ചോദ്യമായിട്ട് അങ്ങനെയും കാണുന്നു. ഈ രീതിയിലാണ് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചാ കാര്യങ്ങൾ നടക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, പ്രതികൾ ഏത് തരത്തിലാണ് ഇസ്രായേലുമായിട്ട് ബന്ധം, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇറാൻ എത്രത്തോളമാണ് ദോഷമുണ്ടായത്, തങ്ങൾക്ക് ഇവരാൽ എന്തൊക്കെ ഉപകാരമുണ്ട്. അതായത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഈ സംഭവം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 6 മാസത്തോളമായി. ഈ കാലയളവിൽ പിടികൂടപ്പെട്ട എല്ലാവരെയും വളരെ കൃത്യതയോടുകൂടി ചോദ്യം ചെയ്യുകയും അതോടനുബന്ധിച്ച് തന്നെ വലിയ ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേലിന് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. കാര്യം അവർ പറഞ്ഞു, ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധ മന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ളവരെ പോലും പിടികൂടപ്പെട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ഇസ്രായേൽ ഈ മൊസാദ് വിഭാഗത്തെ പിടികൂടിയെന്ന് പറയുന്ന ചാര വിഭാഗത്തെ വിട്ടുതരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇറാൻ തങ്ങളുടെ രാജ്യ നിയമവ്യവസ്ഥക്കപ്പുറമായ രീതിയിൽ ഒരു നിലപാടും എടുക്കുകയില്ല എന്നുള്ള കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. അത് ഏത് തരത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും തങ്ങളുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് ശാസിക്കുന്നത് എന്നതിന് മറുപടി നൽകി. അന്നത്തെ രാത്രി തന്നെ, അല്ലെ അന്നത്തെ ദിവസം തന്നെ 3 അതിൽ കൂടുതലോ ചാരസംഘത്തിൻ്റെ പെട്ടവരെ തൂക്കിലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. ഇത് ഇസ്രായേലിന് വലിയ രീതിയിൽ ആഘാതം ഞെട്ടലുമായി. ഇപ്പോൾ പലതരത്തിലും രഹസ്യമായ രീതിയിൽ, അതായത് റഷ്യയും അമേരിക്കയും തമ്മിൽ നടത്തിയിരുന്ന ശീതസമരത്തിന് തുല്യമായ രീതിയിലുള്ള ഒരു ആശയയുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും ഇറാനിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക വലിയ വിജയം നേടിയതോടുകൂടി സർവാധിപത്യം അമേരിക്കയിലേക്ക് പോകുന്നതിനെതിരെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രതിരോധമുണ്ടാക്കുകയും പിന്നീട് ഇവർ തമ്മിൽ വലിയ വിഷയമുണ്ട്. ആ വിഷയത്തിൻ്റെ തുടർച്ച യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ റഷ്യയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും റഷ്യ അമേരിക്കയും തമ്മിൽ വൈരികളായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയത്തിലാണ് തങ്ങൾക്ക് ലോകാടിസ്ഥാനത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടത് എന്ന് പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ അന്നത്തെ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാം ലോക യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ആണവ സ്ഫോടനം നടത്തി ഹിരോഷിമയിലും നാഗസാക്കിയിലും. അത് അമേരിക്ക നടത്തുന്നതോട് കൂടിയിട്ട് അതിന് തിരിച്ചടിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ജപ്പാൻ്റെ
ഭരണാധികാരി രാജാവും സൈനികരും തീരുമാനിച്ചു. രാജാവും സൈനികരും തീരുമാനിച്ചതോടെയാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് തങ്ങൾ ജപ്പാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു പ്രസ്താവന ഇറക്കിയത്. അപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അമേരിക്ക ആണവ സ്ഫോടനം നടത്തി. അങ്ങനെ ഏറെക്കുറെ തകർന്നിരിക്കുന്ന ജപ്പാൻ തിരിച്ചടിക്ക് തയ്യാറാകുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്തുനിന്ന് ഒരു യുദ്ധപ്രഖ്യാപനം കൂടി ഉണ്ടായപ്പോൾ അവർ യഥാർത്ഥത്തിൽ തളർന്നുപോയി. അങ്ങനെയാണ് കീഴടങ്ങാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. അപ്പോൾ കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ ലോകമാധ്യമങ്ങളും മീഡിയകളും അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ആണവ സ്ഫോടനം നടത്തിയതോടുകൂടി ജപ്പാൻ കീഴടങ്ങി എന്നുള്ള രീതി വന്നതോടെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടു. ഇതാണ് നടന്നിരിക്കുന്ന സംഭവം. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ കൈവശത്തിൽ ആണവായുധം അന്നില്ലായിരുന്നു. ആണവായുധം അവർ ഉണ്ടാക്കിയിട്ടില്ല. ഈ ആണവായുധം ഉണ്ടാക്കിയ അമേരിക്ക ആദ്യത്തെ പരീക്ഷണം നടത്തിയതും ജപ്പാനിലാണെന്നൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിലുള്ള ഒരു മാനസിക യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ നടത്തുന്നുണ്ട് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും മൊസാദ് സംഘം ഇപ്പോഴും ഡസൻ കണക്കിന് ഇറാൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതും വല്ലാതെ വൈകാതെ ഓരോരുത്തരെയായിട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നൊരു പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും വലിയ രീതിയിലുള്ള പ്രയാസവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.